ഹലോ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരീക്ഷ? അടിച്ചു പൊളിച്ച് എഴുതിയെന്ന് തോന്നുന്നല്ലേ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, വിളിക്കുന്നുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്. മിസ്സും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പ്രതീക്ഷേനേക്കാട്ടിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? എന്നാലും ചിലർക്കൊക്കെ ചെറിയ സങ്കടങ്ങളുണ്ട്. അവിടെ അറിയുന്ന ചോദ്യങ്ങൾ തന്നെ തെറ്റിച്ചു, പിന്നെ എഴുതിയത് ശരിയാണോ എന്നുള്ളത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ. അതിനൊന്നും ആവശ്യമില്ല. എന്തായാലും എല്ലാവർക്കും നല്ല മാർക്സ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയല്ലേ? ആദ്യത്തെ പരീക്ഷ തന്നെ നന്നായി എഴുതാൻ പറ്റി. അപ്പോൾ എല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? മോഡൽ എക്സാമിന് 1-2 ചോദ്യങ്ങളൊക്കെ കുറച്ച് ആലോചിച്ചൊക്കെ എഴുതാനുള്ളതുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പം നമ്മൾ പൊതുവേ എന്തായാലും വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അപ്പം നമ്മൾ ചെയ്ത ന്യൂമറിക്കൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മളെല്ലാവരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ന്യൂമറിക്കൽസ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ന്യൂമറിക്കൽസ് ഒന്നും തന്നെ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും ആൻസർ കീ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം എല്ലാവർക്കും ഉത്തരങ്ങൾ അറിയുന്നതാണ്. എന്നാലും കുറച്ച് റിക്വസ്റ്റ് വരുന്നുണ്ട്, മിസ് ആൻസർ കീ ഇടാവോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആൻസർ കീ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇനി അഥവാ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇതിവിടെ വിട്ടേക്കുക. നമ്മൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങിക്കോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? Phi is equal to E.A ആണ് അല്ലേ? അല്ലെങ്കിൽ EA. ഈയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തുവാണ്? ന്യൂട്ടൺ പെർ കുളുംബാണ്. ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളുംബ്. അതാണ് ആൻസർ. C ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, the net electric field inside a conductor when placed in an external electric field is. ഒരു കണ്ടക്ടർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് വരുന്നത്? 0 ആണ് ആൻസർ അല്ലേ? ഓക്കെ, മൂന്നാമത്തത് SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. എന്നാൽ നമ്മൾ പവറിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡയോപ്റ്റർ ആണ്. അതിനകത്ത് ഏതാ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം D, ക്യാപിറ്റൽ ലെറ്റർ D ആണ് ഡയോപ്റ്ററിൻ്റെ യൂണിറ്റ്, പവറിൻ്റെ യൂണിറ്റ്. അടുത്തത്, the locus of points which have the same phase is called a wavefront. The statement is true. നമ്മൾ വേവ് ഓപ്റ്റിക്സിലെ ഫസ്റ്റ് പഠിക്കുന്നത് അതാണ്. വേവ് ഫ്രണ്ട് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ആൻസർ ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. The expression for de Broglie wavelength associated with a particle is. ഡ്യുവൽ നേച്ചറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എല്ലാവരും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു h/p എന്ന് എഴുതാം, അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു h/m × v എന്നും എഴുതാം. ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത്, വിച്ച് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഷോസ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇന്നലെ നമ്മൾ ആറ്റംസ്, ന്യൂക്ലിയർ, സെമി കണ്ടക്ടറിൻ്റെ PYQ അതിൻ്റെ കൂട്ടത്തിൽ ന്യൂക്ലിയയുടെ ഡീറ്റെയിൽഡ് ഒരു ക്ലാസ്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ബൈൻഡിങ് എനർജിയുടെ കേർവ് തന്നിട്ടുണ്ടായിരുന്നു. ആ കേർവിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു, ഏത് എലമെൻറ്റിനാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ? അയണിനാണ് കൂടുതൽ കേട്ടോ, Fe-ക്കാണ് കൂടുതൽ. ആൻഡ് വാട്ട് ഈസ് ആൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ? എന്താണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ? ദ പ്യുവർ സെമി കണ്ടക്ടർ, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത പ്യുവർ സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം, സിലിക്കണോ ജർമ്മനിയോ ഒക്കെ എക്സാമ്പിൾ പറയാം. ഇനിയിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, വലിയ കുഴപ്പമില്ല. 6ാമത്തത് മാത്രമായിരിക്കും ചിലർക്കൊക്കെ സംശയം ഉണ്ടാവുക, എന്നാലും ഓപ്ഷൻസ് കിട്ടും അല്ലേ, ചോയ്സ് കിട്ടും. അടുത്തത്, വാട്ട് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ദ സർഫസ് വേർ ദ പൊട്ടൻഷ്യൽ ഇസ് ദ സെയിം. ആ സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ സെയിം തന്നെയായിരിക്കും. അതിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സെൻറ്ററിൽ ഒരു ചാർജ് വെക്കുകയാണ്. ഒരു ചാർജ് വെക്കുമ്പോൾ ആ ചാർജിന് ചുറ്റുമുള്ളൊരു സർഫസിൽ എന്താണ്, ആ സർഫസിലൊക്കെ എന്തായിരിക്കും? ഇക്വിപൊട്ടൻഷ്യൽ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതല്ലാണ്ട് നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഏതെങ്കിലും എക്സാമ്പിൾ എഴുതിയാലും ഒക്കെ അത് കറക്റ്റാണ്. ഓക്കെ, അടുത്തത്, ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഗിവ് ഇറ്റ്സ് ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ നെഗറ്റീവ് എൻഡ് ടു ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് വിത്ത് വിച്ച് ദ ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ നെഗറ്റീവ് എൻഡ് ടു ദ പോസിറ്റീവ് എൻഡ്. അത്ര മാത്രം എഴുതിയാലും ഒക്കെ മതി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി അതാണ്. അപ്പോൾ കറക്റ്റ് ഡെഫിനേഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നും കൂടെ എഴുതിയാലാണ് അത് കറക്റ്റ്. അതല്ല ജസ്റ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനേഷൻ മാത്രമേ എഴുതിയുള്ളൂ എങ്കിലും നിങ്ങൾ അതിന് മാർക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ എഴുതാൻ വിട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട.
ഗിവ് ഇറ്റ്സ് ഇക്വേഷൻ. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ടോ ബൈ എം. കഴിയുമെങ്കിൽ ഇ എന്താണ്? ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ്, ടോ റിലാക്സേഷൻ ടൈം ആൻഡ് എം ഇസ് മാസ് ഓഫ് ദി ഇലക്ട്രോണും കൂടെ എഴുതിയാൽ നല്ലത്. എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇക്വേഷൻ മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. എന്താണ്? ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. അതാണ് മാഗ്നറ്റിസത്തിനകത്തുള്ള ഗോസസ് ലോ എന്ന് പറയുന്നത് അല്ലേ. ഡൈപോൾ ആണ്, അതുകൊണ്ട് നെറ്റ് ഇതെന്തായിരിക്കും വരിക? ഫീൽഡ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് മെഷേർഡ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ അതേ ഡെഫിനേഷൻ തന്നെ. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ എ സർഫസ്. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് അതല്ലേ? ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ എ സർഫസ് ആണ്. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിനെ മെഷർ ചെയ്യുന്നത് എന്താണ്? ഫൈ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ അല്ലെങ്കിൽ ബി എ കോസ് തീറ്റ. ഓക്കെ, ഇതാണ്. വേണമെങ്കിൽ യൂണിറ്റും കൂടെ എഴുതാം. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ എഴുതാം. വെബറാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് മാഗ്നറ്റിക് ഫ്ലക്സും. അത് ഹൗ ഇസ് ഇറ്റ് മെഷേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഇസ് ഈക്വൽ ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഏരിയ വെക്റ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതിയാലും മതി. നെക്സ്റ്റ്, ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോബ്ലം. ഹൗസ് ഹോൾഡ് ലൈൻ വോൾട്ടേജ് ഓഫ് എ സി മെഷേർഡ് ഇസ് 220 വോൾട്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പീക്ക് വോൾട്ടേജ്. അപ്പോൾ മിസ് പറഞ്ഞിരുന്നു ഇന്നലെ ന്യൂമറിക്കൽ ചെയ്തപ്പം പ്രത്യേകിച്ചൊന്നും പറയാണ്ട് ഇങ്ങനെ വോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്നത് VRMS ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ VRMS ഇസ് ഈക്വൽ ടു V0/√2 ആണ്. നമ്മളോട് പീക്ക് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് V0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. therefore V0 is equal to √2 into VRMS ചെയ്യുക, ദാറ്റ് ഈസ് √2 into 220 ചെയ്യുക. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414 into 220 ചെയ്തോളുക. അത് ചെയ്തിട്ട് അത്രയും കിട്ടുന്ന വോൾട്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. മിസ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങളത് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. √2 into ഈ തന്നിരിക്കുന്നത് VRMS ആണ്. VRMSൻ്റെ ഇക്വേഷൻ V0/√2 ആണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിലും വിഷമിക്കൊന്നും ചെയ്യല്ലേ, ഒന്നും പ്രശ്നമുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. മാർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞില്ലേ, ഡ്യുവൽ നേച്ചറിൻ്റെ PYQ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനത്. എന്താണ്? ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ മോഷൻ ഓഫ്, അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ ഏറ്റവും മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുക, സോ ദാറ്റ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇസ് 0, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി 0 ആക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യലിനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗർ ന്യൂക്ലിയൈ സ്പ്ലിറ്റ്സ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയർ, അതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഗിവ് വൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആറ്റം ബോംബാണ് ഒരു എക്സാമ്പിൾ. അതല്ല ഇപ്പം നിങ്ങൾ ഗിവൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇക്വേഷൻ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക ന്യൂക്ലിയർ ഫിഷൻ്റെ, എന്നാലും മാർക്കൊക്കെ കിട്ടും, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം പേര് ആറ്റം ബോംബ് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലേ, വൺ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്തത് ആൻസർ. എനി 6 questions. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജസ്. ഏതാണത്? കുളുംസ് ലോ. സ്റ്റേറ്റ് ചെയ്യുക. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 മാർക്ക് ആയതുകൊണ്ടാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് കൊണ്ട് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ 2 ചാർജിനെ ഇങ്ങനെ വരയ്ക്കുക, Q1 Q2 വരയ്ക്കുക, സെപ്പറേഷൻ 6 കാണിക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. സോ F is equal to 1/4πε0 into Q1 Q2/r² എന്ന് എഴുതുക, where ε0 is the permittivity in free space and its value is 8.85 into 10⁻⁻12. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടെ എഴുതി കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളും സ്ക്വയർ, ഇത്രയും കാര്യങ്ങളും കൂടെ എഴുതുവാണെങ്കിൽ 3 മാർക്കിൻ്റെ സംഭവം പെർഫെക്റ്റ് ആയി അല്ലേ. ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലർ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. എന്നാലും 3 മാർക്ക് എന്നൊക്കെ കാണുമ്പം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന സാധനങ്ങളല്ലേ, അപ്പം നല്ല വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്ത പിന്നെ ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ഒരു ചോദ്യമായിരുന്നു. 2 കണ്ടക്ടേഴ്സ്, അതിലൂടെ I1 I2 ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഡി സെപ്പറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ മിസ് എടുത്തെടുത്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നില്ലേ, അതാണിത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താണ്? F is equal to μ0/2π into I1 I2 by ഇവരുടെ ഡിസ്റ്റൻസ് എത്രയാണ്? D. ഇതാണ് ഫൈനൽ ഇക്വേഷൻ കിട്ടേണ്ടത് കേട്ടോ, 2 എണ്ണത്തിൻ്റെയും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദ കണ്ടക്ടേഴ്സ്? ദേ വിൽ അട്രാക്ട്. അതാണ് സംഭവം. ഓക്കെ, അതാ ഇനി മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ
പറഞ്ഞിരുന്നു ഡയാ പാരാ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായാലും പഠിക്കണം. അതിൻ്റെ ഒരു ടേബിൾ നമ്മുടെ നോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു, ആ ടേബിൾ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡയാ പാരാ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എല്ലാ എക്സാമ്പിൾസ് ഇതാണ് നമ്മുടെ ടേബിളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെതായതുകൊണ്ട് നിങ്ങളൊരു 4-5 പോയിൻ്റെങ്കിലും എഴുതിയാൽ നല്ലത്. ഇനി പോട്ടെ 3 പോയിൻ്റ് എഴുതിയാലും മതി, കാരണം ഡയാ പാരാ ഫെറോ ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും 3 പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അതിൻ്റെത് ഡയാ പാരാ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസിൻ്റെ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ദ ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിങ് EMF in a coil when the magnetic flux linked with the same coil changes. അതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ ദ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഡിറൈവ് അല്ല, ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ L is equal, ഇനിയിപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, μ0 n² A × L ആണ് ഇക്വേഷൻ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. μ0 ഇസ് ദ പെർമിബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സോളിനോയിഡ് ആണ്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ കോയിൽ ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ആണ്. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ μ0 n² A എന്നാണ് എഴുതുക. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്, എക്സ്പ്രഷൻ ഫോർ ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഓക്കെ, അത് ഡിറൈവ് ചെയ്യാനില്ല, പക്ഷേ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ വൈസ് വേഴ്സ. ഒന്നുകിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് 7 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയും ആ ഓർഡറിൽ തന്നെ എഴുതുക, അല്ലേ? 7 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയും ഓർഡറിൽ എഴുതുക. എന്നിട്ട് 3 മാർക്കിൻ്റേതായതുകൊണ്ട് കഴിയുമെങ്കിൽ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസസോ കൂടെ എഴുതിയാൽ നല്ലത്. ഇനിയിപ്പം എഴുതിയില്ല, വിട്ടുപോയി, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും ഡെഫിനിഷൻ എഴുതി 7 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പിന്നെ എന്താണ് വേവ്സിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിലോ ഒക്കെ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിലോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, പ്രോപ്പർട്ടീസും കൂടെ എഴുതുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ യൂസസ് എഴുതുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. പ്രൊഡക്ഷൻ എഴുതിയാലും മതി, എന്താണെങ്കിലും കുഴപ്പമില്ല. 3 മാർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്തതാ റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, അല്ലേ? നമ്മൾ ആറ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പം 3 മാർക്കാണ്. 3 പോസ്റ്റ്ലേറ്റ്സും എഴുതുന്നതാണ് നല്ലത്. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താണെന്ന് അറിയാമല്ലോ, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു സ്ഫെറിക്കൽ ഓർബിറ്റിലാണ്. പിന്നെ അതിൻ്റെ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. രണ്ടാമത്തെ എന്താണ്? ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ഓർബിറ്റ് ഇസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. മൂന്നാമത്തെ എന്താണ്? എനർജി റേഡിയേഷൻ ടേക്സ് പ്ലേസ് വെൻ ദ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ദ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ എഴുതിയാൽ 3 പോസ്റ്റ്ലേറ്റ് എഴുതുവാണെങ്കിൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 എഴുതിയുള്ളൂ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് അതാ നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം, അല്ലേ? നന്നായിട്ട് എഴുതിയോ? ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ ഇന്നലെ സെമി കണ്ടക്ടറിൻ്റെ PYQ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? ഫുൾ വേവ് റെക്ടിഫയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ റെക്ടിഫയർ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. റെക്ടിഫയർ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് റെക്ടിഫൈസ് AC ഇൻറ്റു DC, അല്ലെങ്കിൽ ദാറ്റ് കൺവേർട്ട്സ് AC ഇൻറ്റു DC. അപ്പോൾ റെക്ടിഫയർ ഡയോഡാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത്. AC-യെ DC ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ഇൻപുട്ടും ഔട്ട്പുട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു, ഇൻപുട്ടും ഔട്ട്പുട്ടും വേവ് ഫോം വരയ്ക്കുക, അത്രയേ ഉള്ളൂ, അല്ലേ? സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കുക, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്, ഇങ്ങനെ വരുന്നു, അല്ലേ? ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്ത സെമി കണ്ടക്ടറിൻ്റെ PYQ-ൽ തന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ ഡയഗ്രാം വിത്ത് പ്രോപ്പർ മാർക്കിംഗ് ഓഫ് ഡയറക്ഷൻ. ഇതേതാണ്? ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പോകണം, അടുത്തത് ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. അപ്പോൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ആണ്. അപ്പോൾ ഇവിടുത്തെ ആരോ ഇങ്ങോട്ടേക്ക് നെഗറ്റീവിലേക്ക് പോകുന്നു. പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എന്താണ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഡൈപോളിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയഗ്രാമാണിത്. ഓക്കെ, അടുത്തത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഫ്രം ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരിയിങ് ചാർജ്. ഏതാണിത്? നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, അല്ലേ? ഏതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ? ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ വരുന്നത്? λ/2πr ε0 ഇൻറ്റു n ക്യാപ്പ്. n ക്യാപ്പ് എഴുതാൻ വിട്ടുപോയാലും പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇക്വേഷൻ. അതിൻ്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സംഭവം. ഓക്കെ, 23ാമത്തെ ചോദ്യം ഈസി, അല്ലേ? സ്റ്റേറ്റ് ഓംസ് ലോ.
ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഡിറൈവ് വീറ്റ്സ്റ്റൺസ് നെറ്റ്വർക്ക് പ്രിൻസിപ്പിൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, വരച്ച് ഡയഗ്രാം നന്നായി വരച്ച് P/Q = R/S എന്ന് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. എന്താണ് സ്നെൽസ് ലോ? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻ്റെ പേരെന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അതിനെ n വെച്ചിട്ടോ അല്ലെങ്കിൽ മ്യൂ വെച്ചിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതാണ് സ്നെൽസ് ലോ. എക്സ്പ്ലെയിൻ ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ, TIR ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? The angle of incidence for which the angle of refraction is 90 degree. Angle of refraction 90 degree കിട്ടാനുള്ള angle of incidence നെയാണ് critical angle എന്ന് പറയുന്നത്. Total internal reflection എന്തുവാണ്? When the light moves from the denser medium to rarer medium and if the angle of incidence is greater than the critical angle, then the light reflects back into the same medium by obeying the laws of റിഫ്ലക്ഷൻ. അതിനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് നന്നായി എഴുതിയിട്ടുണ്ടാവണം അല്ലേ. വാട്ട് ആർ കോഹറൻറ്റ് സോഴ്സസ്? മോഡലിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കോഹറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ സോഴ്സസ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത്, സെയിം ഫേസ് ഓർ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. അതിനെയാണ് കോഹറൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്നലെ ചെയ്തു ഈ ചോദ്യം. Young's double slit experiment, interference pattern is observed at 5 cm from the സ്ലിറ്റ്സ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഡി ആണ് തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന്. അതിനെ 5 × 10⁻² മീറ്റേഴ്സ് എന്ന് എഴുതുക. ഫ്രിഞ്ച് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്താണ് 1 മില്ലിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ 10⁻³ മീറ്റേഴ്സ്. നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്തപ്പോൾ ഇന്നലെ കൺവേർഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. കാൽക്കുലേറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്. ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ തന്നിട്ടുണ്ട് 5000 ആങ്സ്ട്രം യൂണിറ്റ് ആണ്. അതിനെ 5000 × 10⁻10 മീറ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബീറ്റയുടെ ഇക്വേഷൻ എന്താണ്? ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഡി ലാംഡ ബൈ ബീറ്റയാണ് ചെയ്യേണ്ടത്. ഡി എന്തുവാണ്? 5 × 10⁻² ഇൻറ്റു ലാംഡ ഈസ് 5000 × 10⁻10 ഡിവൈഡഡ് ബൈ ബീറ്റ എത്രയാണ്? 1 × 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 5 25. പിന്നെ എത്രയാണ്? ഇവിടെ 10⁻³ ഉണ്ട്, ഇവിടെ 10⁻². അപ്പോൾ 10⁻12 10⁻³ അല്ലേ. 10⁻12 10⁻³ അപ്പോൾ 10⁻⁻9 ആയി. ഈ -3 മേലേക്ക് വരുമ്പോൾ 10⁻³ ആകും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 × 10⁻6 മീറ്റേഴ്സ് അല്ലേ. തെറ്റിയിട്ടില്ലല്ലോ അല്ലേ. ഡി 25 10⁻², 10⁻12 10⁻12ഉം 10⁻³ എന്ന് പറയുന്നത് 10⁻⁻9 ആയി. 10⁻³ മേലേക്ക് പോകുമ്പോൾ 10⁻³ ആവും. അപ്പോൾ 10⁻6 മീറ്റേഴ്സ്. പവറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പോൾ ഇതാണ് ബീറ്റയുടെ ഇക്വേഷൻ. ഡി ലാംഡ ബൈ ഡി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ബീറ്റ ഈക്വൽസ് ഡി ലാംഡ ബൈ ഡി. അതിനകത്ത് നമുക്ക് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സ്മോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷനൊക്കെ പഠിക്കണേന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മിസ്സിൻ്റെ ന്യൂമറിക്കൽസ് കണ്ടപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ? കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പ്ലേസിങ് ആൻഡ് അൺചാർജ്ഡ് എർത്ത് കണ്ടക്ടർ നിയർ ഇറ്റ്. ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കൂട്ടാനായിട്ട് തൊട്ടടുത്ത് തന്നെ അൺചാർജ് ചെയ്തിരിക്കുന്ന ഒരു കപ്പാസിറ്റർ, അൺചാർജ്ഡ് ആയിരിക്കണം, ചാർജസ് ഒന്നും ഇല്ലാത്തതുമായിരിക്കണം, അത് എർത്ത് ചെയ്തിരിക്കുന്നതും ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ടക്ടർ അടുത്ത് വെക്കുകയാണെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ നോട്ടിൽ ഒരു സെൻറ്റൻസിൽ തന്നെയുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഠിച്ചവർക്കത് നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇക്വേഷൻ എഴുതിയില്ലേ? C = ε0A/d എന്ന് എഴുതിയല്ലോ അല്ലേ. യെസ്, അടുത്തത് സിമ്പിൾ പ്രോബ്ലം. 12 picofarad, പൈക്കോയൊക്കെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നത്. is connected to 50 volt battery. How much electrostatic energy is stored in the capacitor? Energy is equal to half CV². അപ്പോൾ ഹാഫ് ഇൻറ്റു കപ്പാസിറ്റർ 12 ഇൻറ്റു പൈക്കോനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? 10⁻12 ഇൻറ്റു 50 ഇൻറ്റു 50. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. യെസ്, 27ാമത്തെ ചോദ്യം. The direction of magnetic field around a current carrying conductor is given by ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതാണ് സംഭവം. അത്രയേ ഉള്ളൂ എഴുതാൻ.
സ്റ്റേറ്റ് ബൈ ഇറ്റ്സ് ലോ എഴുതിയല്ലോ അല്ലേ? The magnetic field at a point due to a small element is directly proportional to the current passing through the element, directly proportional to the length of the element, directly proportional to the sine of angle theta, and inversely proportional to the square of the distance between the element and the point. അതാണ് ബൈറ്റ്സ് ലോ. അപ്പോൾ dB is equal to mu0 by 4 pi into I dl sin theta by r square എന്നും കൂടെ എഴുതിയാൽ പെർഫെക്റ്റ്. അതാ സർക്കുലർ കോയിൽ പഠിക്കണേ എന്നിങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറണ്ട്. എന്താണ് ഇക്വേഷൻ വരുന്നത്? ബി ഈസ് ഈക്വൽ ടു mu0 I a square by 2r cube അല്ലേ? ഈ ആർ എന്ന് പറയുന്നത് സർക്കുലർ കോയിലിൻ്റെ ഈ എലമെൻറ്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. എ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ കോയിലാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയും കൂടെ എഴുതാം? mu0 I a square by 2 into എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇങ്ങനെയും എഴുതാം അല്ലേ? ഓൺ ദ ആക്സിസ് ഓഫ് ദ സർക്കുലർ കോയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? നന്നായി പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? സർക്കുലർ കോയിൽ എല്ലാവരും പറയുന്നുണ്ടാവും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അടുത്തതാ നോക്കൂ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇൻസ്റ്റൻറ്റേനിയസ് EMF ഓഫ് AC. ഇൻസ്റ്റൻറ്റേനിയസ് EMF അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ ഇക്വേഷൻ എങ്കിലും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. E is equal to E0 sin omega t ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് EMF അല്ലേ? ഇതാണ് ഇക്വേഷൻ. E0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ, ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് t is the time. ഐഡൻറ്റിഫൈ എ ബി ആൻഡ് സി. വളരെ സിമ്പിൾ അല്ലേ? എ എന്താണ്? റെസിസ്റ്റർ ആണ്. ബി എന്ന് പറയുന്നത് ഇൻഡക്ടർ ആണ്. സി ഇസ് ദ കപ്പാസിറ്റർ. ഡ്രോ ദ ഫേസർ ഡയഗ്രാം ഓഫ് ദ എബവ് സർക്യൂട്ട് ആൻഡ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇംപെഡൻസ് ഇൻ ദ സർക്യൂട്ട് ദെൻ മെൻഷൻ ദ ടേംസ്. അപ്പോൾ ജസ്റ്റ് ഫേസർ ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ എഴുതുക. സെറ്റ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ ഏത് എഴുതിയാലും മതി. ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുമോ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിരിക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുന്നൊരു ക്വസ്റ്റ്യൻ. ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചെയ്തിട്ടുണ്ടോ? അടിപൊളിയായിട്ട് ചെയ്തില്ലേ? യെസ്. എന്താണ് ഇക്വേഷൻ? 1/f is equal to n-1 into 1/r1 minus 1/r2 അല്ലേ? ഓക്കെ. ഡ്രോ ദ ഇമേജ് ഫോർമേഷൻ ഇൻ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. വരച്ചല്ലോ അല്ലേ? സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ അത് ഏത് വരച്ചാലും മതി. ഒന്നുകിൽ അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഏത് വരച്ചാലും മതി. കാരണം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലല്ലോ. റൈറ്റ് ദ വാല്യൂ ഓഫ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷൻ എത്രയാണ്? d is equal to 25 centimeters ആണ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐയിൽ നിന്നുള്ള ദൂരം, നമുക്ക് സ്ട്രെയിൻ ഇല്ലാണ്ട് ഇമേജ് കാണാൻ പറ്റുന്ന ഐയിൽ നിന്നുള്ള ദൂരം, അതാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ, എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾ സംതൃപ്തരാണോ? സന്തോഷമുണ്ടോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ? എന്നാലും നമുക്ക് ചിലതൊക്കെ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും അല്ലേ? അത് കുഴപ്പമില്ല. നമ്മൾ ആ സങ്കടം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ഇതാ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്സ് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞു. നമ്മൾ ഭയങ്കര യമണ്ടൻ ജീവിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഫിസിക്സ് അല്ലേ? അതങ്ങ് കഴിഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ എന്തൊക്കെയോ കുറേ ഭാരം തലേന്ന് അങ്ങ് ഇറങ്ങിപ്പോയല്ലേ? ഓക്കെ. അപ്പം മിസ്സിന് വളരെയധികം സന്തോഷം. മിസ്സ് കാണാത്ത ഒരുപാട് മക്കൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചു. 100% എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഒരാൾക്ക് പോലും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാതിരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ സമയം കണ്ടെത്തി അത് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാസ് തരാനുള്ളൊരു ഇതിനി ഉണ്ടാവില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. സാരില്ല. എന്തായാലും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. റിസൾട്ട് വരുമ്പം മിസ്സിനെ ഓർക്കുമെങ്കിൽ ഒന്ന് അറിയിക്കുക, റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കുക. സന്തോഷമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് എക്സാമൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുക കേട്ടോ. എന്നും മിസ്സിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവും. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. മിസ്സിനെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ബൈ.